പ്രിയ സഹോദരീ സഹോദരന്മാരെ, പെസഹ വ്യാഴാഴ്ചയിലും ദുഃഖവെള്ളിയിലുമായി നാം കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനവും മരണവും ധ്യാനിച്ച് നമ്മുടെ ആരാധനയുടെ അനുഭവമാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ ഉയിർപ്പ് നാം ആഘോഷിക്കുന്നു. സഹനത്തിനും മരണത്തിനുമുള്ള മറുപടിയാണ് ഉത്ഥാനം. മനുഷ്യൻ്റെ എല്ലാ സഹനങ്ങൾക്കും അവൻ്റെ മരണത്തിനും ഒരു ഉത്തരമുണ്ട് എന്ന് കർത്താവായ ഈശോ മിശിഹ തൻ്റെ ഉയിർപ്പിലൂടെ മനുഷ്യവംശത്തിന് സന്ദേശം നൽകുകയാണ്, കൃപ നൽകുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോ മിശിഹായുടെ ഉയിർപ്പ് തിരുനാളിൻ്റെ സമാധാനവും പ്രത്യാശയും നിറഞ്ഞ മംഗളങ്ങൾ ഈ പ്രേക്ഷകർക്കെല്ലാം ഞാൻ ആശംസിക്കുകയാണ്. വിശിഷ്യ ഷക്കീന TV ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ഉയിർപ്പ് തിരുനാൾ മംഗളങ്ങൾ. ദൈവത്തിന് സ്തുതി. Easter is the most important feast in the Christian calendar worldwide. It celebrates Jesus Christ's victory over suffering, death, and sin. It is a celebration of joy, of freedom from the slavery of sin, and of hope for a new life. Easter invites us to make this joy infectious by extending our hands to all the people of goodwill and working together for peace, harmony, and mutual respect among men and women of different social, cultural, and religious traditions, and by overcoming divisive forces that seem to be active even in our own state. May Easter inspire us to live as responsible citizens in our country and state, working towards genuine human development and integral, sustainable advancement. Happy Easter to one and all. ഷക്കീന TVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ മംഗളങ്ങൾ. ദൈവത്തിൻ്റെ മഹത്വം ഏറ്റവും അധികം പ്രകടമായ അവസരം മരണത്തെ തോൽപ്പിച്ച് ഈശോ ഉത്ഥാനം ചെയ്ത ചരിത്ര സംഭവമാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മനുഷ്യൻ്റെ അധപതനത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മോചനദ്രവ്യമായി യേശു തന്നെ അർപ്പിച്ചതാണ് ഈ ദൈവസ്നേഹം. അതുകൊണ്ട് ഉത്ഥിതനായ യേശു ആദ്യമായി ആഹ്വാനം ചെയ്ത് ആശംസിച്ച വാക്ക് തന്നെയാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ ഷക്കീന TVയുടെ എല്ലാ പ്രേക്ഷകർക്കും എനിക്ക് ആശംസിക്കുവാനുള്ളത്. നിങ്ങൾക്ക് സമാധാനം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്ഥിതനായ ഈശോ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ജീവിത വിജയവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരീ സഹോദരന്മാരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസിൻ്റെ പ്രഭാഷണം നാം ശ്രവിക്കുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ പിതാവായ ദൈവം മഹത്വത്തോടെ ഉയർപ്പിച്ച് നാഥനും രക്ഷകനുമായി അവരോധിച്ചു. അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. ദൈവികതയെന്ന കൃപ നിറഞ്ഞ സാധ്യതയിലേക്ക് ഒരാൾക്ക് ഉയരാനാകുമെന്നാണ് ഉദ്ധിതനായ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ കർത്താവിനെ കണ്ടു എന്ന വാക്കിലൂടെ, നോക്കിലൂടെ, ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഏവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഷക്കീന ചാനലിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഉയർപ്പിന്റെ ഈസ്റ്ററിന്റെ സ്നേഹാശംസകൾ ഞാൻ നേരുന്നു. ഉത്ഥിതനായ യേശു നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈസ്റ്റർ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. കാരണം അവിടെ
മരണം ജീവനാകുന്നു, കാൽവരി ഉയർപ്പാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ വിശ്വാസം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായ ഈശോ മിശിഹ മരണത്തെ തോൽപ്പിച്ച് പാപത്തെ ഉന്മൂലനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ആ യേശുവിൽ ഞാനും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം. അപ്പം നമുക്ക് വിശ്വസിക്കാം, യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീസസ് ഈസ് റിസൺ. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണിത്. ഉത്ഥാന തിരുനാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി ഏവർക്കും നേരുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് ജീവൻ്റെ ആഘോഷമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത ഉത്ഥാനം ചെയ്തവനായ യേശു ക്രിസ്തു ലോകത്തെ അറിയിച്ചു. ഒരിക്കൽ കൂടി ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സമൃദ്ധമായി നേർന്നുകൊണ്ട് ഷെക്കീന TV-യുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കും. ഈസ്റ്റർ പ്രത്യാശയുടെ സുദിനമാണ്. അകലെയിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, കൂടെ ആയിരിക്കും ദൈവമാണ്. ഈ കൂടെ ഇരിക്കുന്ന ദൈവം നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്നു. നാഥ കൂടെ വസിക്കണമേ എന്നുള്ള ശിഷ്യന്മാരുടെ അഭ്യർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും അഭ്യർത്ഥനയാണ്. ദൈവം നമ്മളോട് വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇമ്മാനുവേൽ എന്നാണ് ദൈവം ഈശോ ലോകത്തിലേക്ക് അവതരിച്ചത്. ഇമ്മാനുവേലായിട്ടാണ്. ദൈവം നമ്മോടുകൂടെ. ആ ദൈവം ഇന്ന് നമ്മോടുകൂടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. സന്തോഷവും സമാധാനവും അവർക്ക് പ്രദാനം ചെയ്തു. ഈ ഈശോ നമ്മോടൊപ്പം ഇന്നുമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. തിരുവചനത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റത് അക്ഷയം, ലഘുത്വം, ദീപ്തി, മഹിമ എന്നീ ഗുണങ്ങളോടെയാണ്. ഇന്നും കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്ന കർത്താവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഷെക്കീന പ്രേക്ഷകർക്ക് ഏവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. 2023 ഉയർപ്പ് തിരുനാൾ സമാഗതമായി. ഷെക്കീന TV-യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ദൈവാനുഗ്രഹം നേരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ശാന്തി സമാധാനമെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലുമെല്ലാം അടക്കി വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഈ മാമോദിസ സ്വീകരിച്ച ക്രൈസ്തവ ജീവിതം അത് ഉയർപ്പിൻ്റെ ജീവിതം തന്നെയാണ്. നമ്മുടെ എല്ലാം ജീവിതം ആ ഉയർപ്പിൻ്റെ ആനന്ദം ഉൾക്കൊള്ളുന്നതാവട്ടെ. സ്വർഗത്തിലെ പോലെയുള്ളൊരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകൾക്കെല്ലാം കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നേരുന്നു. ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ച എല്ലാ ഷെക്കീന പ്രേക്ഷകർക്കും ഹൃദ്യമായിട്ട് ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോയുടെ ഉത്ഥാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമില്ലാതെ ഒരു ക്രിസ്ത്യാനിക്കും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധ്യമല്ല. സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റ യേശു നൽകുന്നൊരു വാഗ്ദാനമുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്കും വർത്തിക്കാം. പ്രതീക്ഷയോടുകൂടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കാം. കുരിശുകൾ മഹത്വത്തിലേക്ക്, വിജയത്തിലേക്ക് നയിക്കുന്ന എന്നുള്ള ബോധ്യത്തോടുകൂടെ അവയെ നേരിടാൻ നമുക്ക് ശ്രമിക്കാം. ഈസ്റ്ററിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേരുന്നു. ഈസ്റ്റർ വിഭാവനം ചെയ്യുന്ന സമാധാനവും സന്തോഷവും
നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20:15 ഉദ്ധിതനായ ക്രിസ്തു കല്ലറയിങ്കൽ വന്ന് കരഞ്ഞു നിന്നിരുന്ന മഗ്ദലേന മറിയത്തോട് പറയുന്നത് ഇതാണ്: വുമൺ, വൈ ആർ യു വീപ്പിംഗ്? സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? സ്നേഹത്തോടുകൂടെയുള്ള അവൾ ആ യേശുവിൻ്റെ വിളി അവളുടെ തപ്തമായ ഹൃദയത്തെ തരളിതമാക്കി, ആനന്ദപൂരിതമാക്കി. അവൾ വിളിക്കുന്ന ഇതാണ് റബ്ബോയി. കരയുന്നവരോടൊപ്പം ഉദ്ധിതനായ ക്രിസ്തുവുണ്ട്, ആശ്വാസത്തിനായി, അനുഗ്രഹത്തിനായി. നമ്മുടെ കൂടെ അവിടുന്ന് എപ്പോഴും സന്നിഹിതനാണ്. പുതിയ ഒരു ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവം നമ്മിലേക്ക് പകരാൻ, പുതിയൊരു അനുഗ്രഹം, പുതിയ ഒരു ജീവൻ്റെ തുടിപ്പ്, സ്പന്ദനം നമുക്ക് അനുഭവേദ്യമാകും. ആ ജീവൻ്റെ പുതിയ തുടിപ്പും സ്പന്ദനവും പ്രത്യാശയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നതാണ് ഈ ഉദ്ധിതനായ നാഥൻ്റെ തിരുനാൾ ദിവസം, ഈ മഹോത്സവത്തിൽ നിങ്ങളോട് സ്നേഹത്തോടുകൂടെ ആശംസിക്കാനുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഉത്ഥാന തിരുനാൾ ഒരിക്കൽ കൂടെ ആഗതമായിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ശരീരത്തിൽ സഹിച്ച പീഡകൾ, അവൻ്റെ കുരിശിലെ മരണം, അത് വൃഥാവിലായില്ല. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വിജയം വരിച്ചിരിക്കുന്നു. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒത്തിരിയേറെ മുറിവേൽക്കുകയും വേദനിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ വലിയ ആഴ്ചയിൽ സഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഭ ഒരിക്കലും തകരുകയില്ല, പരാജയപ്പെടുകയില്ല, ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അതിനായി പ്രത്യാശയോടുകൂടെ നമുക്ക് ഈസ്റ്റർ ദിനത്തിൽ പ്രാർത്ഥിക്കാം, ആഘോഷിക്കാം. ഷെക്കീനയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വർഷത്തെ ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഈശോയുടെ പുനരുദ്ധാനം പ്രപഞ്ചത്തിലെ ഒരു മഹാവിസ്മയമാണ് എന്ന് പറയാനാവും. എന്താണ് അതിന് കാരണം? മനുഷ്യബുദ്ധിക്ക് അത് സാധാരണഗതിയിൽ ഗ്രഹിക്കാനാവില്ല എന്നത് തന്നെ കാരണം. ദൈവദൂതന്മാർ അന്ന് ഈശോയുടെ കല്ലറ സന്ദർശിക്കാനെത്തിയ സ്ത്രീകളോട് പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണ്. അവൻ ഇവിടെയില്ല, അരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഉത്ഥാനമാണ് സഭാവിശ്വാസത്തിൻ്റെ അന്തസത്ത. അതിനാലാണ് പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിച്ചത്: ഈശോ ഉത്ഥാനം ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷണം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു.